വിജിൽ തിരോധാനത്തിന്റെ ദുരൂഹത അതിന്റെ ചുരുകളിൽ അഴിയുന്നില്ല. കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം വഴിതെറ്റിക്കാൻ പ്രതികൾ ഉപേക്ഷിച്ച വിജിലിന്റെ ബൈക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. നാളെ പ്രതികളുമായി വിജിലിനെ കുഴിച്ചുമൂടിയ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുമെന്നാൽ പ്രതികൾ പറയുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ കടലിൽ ഒഴുക്കിയെന്നാണ്. എന്തായാലും വിശദമായ അന്വേഷണത്തിലാണ്, ചുരുളുകൾ അഴിക്കാനുള്ള ത്വരിതമായ അന്വേഷണത്തിലാണ് പോലീസ്. 2019 മാർച്ച് 24 പ്രതികളുമായി ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നതിനിടെ വിജിൽ ബോധരഹിതനായി. പ്രതികൾ വന്നു നോക്കിയപ്പോഴൊന്നും ഉണർന്നില്ല. മരിച്ചെന്ന് കരുതി പിറ്റേ ദിവസം വിജിലിനെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തി. പിന്നീട് തെളിവ് നശിപ്പിക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനുമായിരുന്നു ശ്രമം. വിജിലിന്റെ ബൈക്കും ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചു. വിജിൽ നാട് വിട്ടുപോയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. പ്രതികളുമായുള്ള തെളിവെടുപ്പിൽ ബൈക്ക് കണ്ടെത്തി. കുഴിച്ചിട്ട് 8 മാസത്തിനു ശേഷം പ്രതികൾ വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ മാന്തിയെടുത്ത് കടലിൽ ഒഴുക്കുകയും ചെയ്തു. മകനോട് സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും പ്രതികൾക്ക് കടുത്ത ശിക്ഷ കിട്ടണമെന്നും പിതാവ് വിജയൻ. സംഗതി എന്തായാലും വെളിച്ചത്ത് കൊണ്ടുവരണം. എനിക്ക് പറയാനുള്ളൂ, എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കണം. പുറലോകം കാണരുതെന്നറിയാം. സ്നേഹിതന്മാരും ചെയ്യാൻ പോകണ്ടോ? എല്ലാവർക്കും ഒരു പാഠമാട്ടത്. 3 ദിവസത്തേക്കാണ് കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളുമായി നാളെ വിജിലിനെ കുഴിച്ചുമൂടിയ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും. എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് പിടിയിലായത്. മറ്റൊരു പ്രതി രഞ്ജിത്തിനായി അന്വേഷണം ഊർജിതമാണ്. 24 കോഴിക്കോട്.